ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് 9ാം ക്ലാസ് സോഷ്യൽ സയൻസ് ടെക്സ്റ്റ് ബുക്കിലെ മൂന്നാമത്തെ പാഠമായ ദേശീയ വരുമാനം എന്ന പാഠമാണ്. ദേശീയ വരുമാനം ഒരു രാജ്യത്തിൻ്റെ സാമ്പത്തിക സ്ഥിതിയെ സൂചിപ്പിക്കുന്നു. ഉയർന്ന ദേശീയ വരുമാനം രാജ്യത്തിൻ്റെ സാമ്പത്തിക മുന്നേറ്റമാണ് കാണിക്കുന്നത്. ഒരു കുടുംബത്തിന് ഒരു വർഷം വിവിധ മാർഗങ്ങളിലൂടെ ലഭിക്കുന്ന വരുമാനത്തെയാണ് വാർഷിക വരുമാനം എന്ന് പറയുന്നത്. ഒരു രാജ്യത്തിൻ്റെ സമ്പദ് വ്യവസ്ഥയിൽ ഒരു വർഷം കൊണ്ട് ഉൽപ്പാദിപ്പിക്കുന്ന സാധനങ്ങളുടെയും സേവനങ്ങളുടെയും ആകെ മൂല്യം പണത്തിൽ കണക്കാക്കുമ്പോൾ ലഭിക്കുന്നതാണ് ആ രാജ്യത്തിൻ്റെ ദേശീയ വരുമാനം. ദേശീയ വരുമാനം പ്രധാനമായിട്ടും എത്ര മേഖലയിൽ നിന്നാണ് ലഭിക്കുന്നത്? 3 കാർഷിക മേഖല, വ്യവസായ മേഖല, സേവന മേഖല. ഈ 3 മേഖലകളിൽ നിന്നുമുള്ള ആകെ വരുമാനം കൂട്ടിയെടുത്താൽ ദേശീയ വരുമാനം ലഭിക്കുന്നു. ദേശീയ വരുമാനം കണക്കാക്കുന്നതിൻ്റെ ലക്ഷ്യങ്ങളാണ് സമ്പദ്ഘടനയിലെ വിവിധ മേഖലയുടെ സംഭാവനകൾ വിലയിരുത്തുന്നതിന്, സമ്പദ് വ്യവസ്ഥ നേരിടുന്ന പ്രശ്നങ്ങൾ പഠിക്കുന്നതിന്, വിവിധ പദ്ധതികൾ ആസൂത്രണം ചെയ്യാനും നടപ്പിലാക്കാനും സർക്കാരിനെ സഹായിക്കുന്നതിന്, ഉൽപാദനം, വിതരണം, ഉപഭോഗം തുടങ്ങിയ സാമ്പത്തിക പ്രവർത്തനങ്ങളുടെ പരിമിതികളും മേന്മകളും കണ്ടെത്തുന്നതിനും. ദേശീയ വരുമാനത്തിലെ ചില പ്രധാന ആശയങ്ങൾ നോക്കാം. സം ഇമ്പോർട്ടൻറ്റ് കോൺസെപ്റ്റ്സ് ഓഫ് നാഷണൽ ഇൻകം. മൊത്ത ദേശീയ ഉൽപ്പന്നം അഥവാ ഗ്രോസ് നാഷണൽ പ്രോഡക്റ്റ് GNP എന്താണെന്ന് നോക്കാം. മൊത്ത ദേശീയ ഉൽപ്പന്നം എന്നത് ദേശീയ വരുമാനത്തിൻ്റെ ഒരു പ്രധാന ആശയമാണ്. മൊത്ത ദേശീയ ഉൽപ്പന്നം കണക്കാക്കുന്നത് എങ്ങനെയാണ്? രാജ്യത്ത് ഉൽപ്പാദിപ്പിക്കുന്ന അന്തിമ ഉൽപ്പന്നങ്ങളെയും സേവനങ്ങളെയും ഫൈനൽ ഗുഡ്സ് ആൻഡ് സർവീസിൻ്റെ അടിസ്ഥാനത്തിലാണ്. ഉപഭോഗത്തിനായിട്ട് ലഭ്യമാകുന്ന ഉൽപ്പന്നങ്ങളാണ് അന്തിമ ഉൽപ്പന്നം. ഉദാഹരണം, തുണി, നൂൽ, ബട്ടൺസ് എന്നീ അസംസ്കൃത വസ്തുക്കൾ ഉപയോഗിച്ച് ഷർട്ട് നിർമ്മിക്കുന്നു. ഇവിടെ ഷർട്ടാണ് അന്തിമ ഉൽപ്പന്നമായിട്ട് വരുന്നത്. അന്തിമ ഉൽപ്പന്നങ്ങളുടെ പണമൂല്യമാണ് മൊത്ത ദേശീയ ഉൽപ്പന്നം കണക്കാക്കുമ്പോൾ സ്വീകരിക്കുക. ഉദാഹരണം, മുകളിൽ നൽകിയ ഉദാഹരണത്തിൽ ഷർട്ടിൻ്റെ മൂല്യത്തിൽ ബട്ടൺസ്, തുണി തുടങ്ങിയ അസംസ്കൃത വസ്തുക്കളുടെ മൂല്യം ഉൾപ്പെട്ടിരിക്കുന്നു. ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന അന്തിമ സാധനങ്ങളുടെയും സേവനങ്ങളുടെയും പണമൂല്യം, മണി വാല്യൂ ആണ് മൊത്ത ദേശീയ ഉൽപ്പന്നം. ഒരു സാമ്പത്തിക വർഷത്തിലാണ് മൊത്ത ദേശീയ ഉൽപ്പന്നം കണക്കാക്കുന്നത്. ഇന്ത്യയിൽ സാമ്പത്തിക വർഷം ഏപ്രിൽ 1 മുതൽ മാർച്ച് 31 വരെയാണ്. മൊത്ത ആഭ്യന്തര ഉൽപ്പന്നം അഥവാ ഗ്രോസ് ഡൊമസ്റ്റിക് പ്രോഡക്റ്റ് GDP എന്താണെന്ന് നോക്കാം. മേഖലകൾ തിരിച്ചുള്ള സാമ്പത്തിക വിശകലനത്തിന് ദേശീയ വരുമാനത്തിൻ്റെ ഏറ്റവും ഉചിതമായ ആശയമാണ് മൊത്ത ആഭ്യന്തര ഉൽപ്പന്നം. ഒരു സാമ്പത്തിക വർഷത്തിൽ രാജ്യത്തിൻ്റെ ആഭ്യന്തര അതിർത്തിക്കുള്ളിൽ അഥവാ ഡൊമസ്റ്റിക് ടെറിട്ടറിക്കുള്ളിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന സാധനങ്ങളുടെയും സേവനങ്ങളുടെയും ആകെ പണമൂല്യത്തെയാണ് മൊത്ത ആഭ്യന്തര ഉൽപ്പന്നം എന്ന് പറയുന്നത്. വിദേശത്ത് ജോലി ചെയ്യുന്ന വ്യക്തികളുടെ വരുമാനം, വിദേശ രാജ്യങ്ങളിൽ പ്രവർത്തിക്കുന്ന സ്ഥാപനങ്ങളെയും സംരംഭകരുടെയും ലാഭം തുടങ്ങിയവ ഇതിൽ ഉൾപ്പെടുന്നില്ല. ഉദാഹരണം, അമേരിക്കയിൽ പ്രവർത്തിക്കുന്ന ഒരു ഇന്ത്യൻ സ്ഥാപനത്തിൻ്റെ ലാഭം അമേരിക്ക GDPയിൽ ഉൾപ്പെടുത്തുമ്പോൾ ഇന്ത്യ GDPയിലേക്ക് ആണ് ഉൾപ്പെടുത്തുന്നത്. ഇന്ത്യ GNPയിലാണ് അത് ഉൾപ്പെടുത്തുന്നത്. അതായത് ഇന്ത്യയിൽ മൊത്ത ആഭ്യന്തര ഉൽപ്പന്നം കണക്കാക്കുമ്പോൾ ഇത്തരം വരുമാനം ഒഴിവാക്കുന്നു. അറ്റ ദേശീയ ഉൽപ്പന്നം അഥവാ നെറ്റ് നാഷണൽ പ്രോഡക്റ്റ് NNP എന്താണെന്ന് നോക്കാം. യന്ത്ര സാമഗ്രികളും മറ്റ് സാധനങ്ങളുമൊക്കെ ഉപയോഗിക്കുമ്പോൾ പഴക്കം കൊണ്ട് തേയ്മാനം സംഭവിക്കുന്നു. ഈ തേയ്മാനം പരിഹരിക്കാനാവശ്യമായ ചെലവിനെ തേയ്മാന ചെലവ് അഥവാ ഡിപ്രീസിയേഷൻ ചാർജ് എന്ന് വിശേഷിപ്പിക്കുന്നു. ദേശീയ വരുമാനം കണക്കാക്കുമ്പോൾ ഇത്തരം തേയ്മാന ചെലവുകൾ പരിഗണിക്കാറുണ്ട്. മൊത്ത ദേശീയ ഉൽപ്പന്നത്തിൽ നിന്നും GNPയിൽ നിന്നും തേയ്മാന ചെലവ് കുറയ്ക്കുമ്പോൾ ലഭ്യമാകുന്നതിൻ്റെ ആണ് അറ്റ ദേശീയ ഉൽപ്പന്നം അഥവാ NNP എന്ന് പറയുന്നത്. അറ്റ ദേശീയ ഉൽപ്പന്നം = മൊത്ത ദേശീയ ഉൽപ്പന്നം മൈനസ് തേയ്മാന ചെലവ്. സാങ്കേതികമായിട്ട് അറ്റ ദേശീയ ഉൽപ്പന്നമാണ് NNP ദേശീയ വരുമാനമായിട്ട് അറിയപ്പെടുന്നത്. അടുത്തതായിട്ട് പ്രതിശീർഷ വരുമാനം അഥവാ പെർ ക്യാപിറ്റ ഇൻകം. പ്രതിശീർഷ വരുമാനത്തിൻ്റെ മറ്റൊരു പേരാണ് ആളോഹരി വരുമാനം. ദേശീയ വരുമാനത്തെ രാജ്യത്തെ മൊത്തം ജനസംഖ്യ കൊണ്ട് ഹരിക്കുമ്പോൾ കിട്ടുന്നതാണ് പ്രതിശീർഷ വരുമാനം. പ്രതിശീർഷ വരുമാനം = ദേശീയ വരുമാനം / ആകെ ജനസംഖ്യ. രാജ്യങ്ങളെ തമ്മിൽ താരതമ്യം ചെയ്യാനും രാജ്യങ്ങളുടെ സാമ്പത്തിക നില മനസ്സിലാക്കാനും പ്രതിശീർഷ വരുമാനം സഹായിക്കുന്നു. ദേശീയ വരുമാനം കണക്കാക്കുന്നതെങ്ങനെ? ഹൗ ടു കാൽക്കുലേറ്റ് ദ നാഷണൽ ഇൻകം. ദേശീയ വരുമാനത്തെ അടിസ്ഥാനമാക്കിയാണ് ഒരു രാജ്യത്തിൻ്റെ സാമ്പത്തിക സ്ഥിതി കണക്കാക്കുന്നത്. സാമ്പത്തിക അഭിവൃദ്ധിക്ക് ഉൽപ്പാദനം വർദ്ധിപ്പിക്കേണ്ടത് അനിവാര്യമാണ്.
ഉൽപ്പാദനം വർദ്ധിപ്പിക്കുമ്പോൾ ഉൽപ്പാദന ഘടകങ്ങളായ ഭൂമി, തൊഴിൽ, മൂലധനം, സംഘടനം എന്നിവയുടെ പ്രതിഫലവും വർദ്ധിക്കുന്നു. പ്രതിഫലങ്ങളായ പാട്ടം, കൂലി, പലിശ, ലാഭം എന്നിവ വർദ്ധിക്കുന്നതിൻ്റെ ഫലമായിട്ട് ഉപഭോഗത്തിനും നിക്ഷേപത്തിനും കൂടുതൽ തുക ചെലവഴിക്കുന്നു. ഉൽപ്പാദനം, വരുമാനം, ചെലവ് എന്നിവ പരസ്പരം ബന്ധപ്പെട്ടിരിക്കുന്നു. ദേശീയ വരുമാനം കണക്കാക്കുന്ന രീതിയാണ് ഉൽപ്പാദന രീതി, വരുമാന രീതി, ചെലവ് രീതി. അതോരോന്നും നോക്കാം. ആദ്യമായിട്ട് ഉൽപ്പാദന രീതി അഥവാ പ്രൊഡക്റ്റ് മെത്തേഡ്. പ്രാഥമിക, ദ്വിതീയ, തൃതീയ മേഖലകളിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന സാധനങ്ങളുടെയും സേവനങ്ങളുടെയും ആകെ പണമൂല്യം, മണി വാല്യൂ കണ്ടെത്തി ദേശീയ വരുമാനം കണക്കാക്കുന്ന രീതിയാണ് ഉൽപ്പാദന രീതി അഥവാ പ്രൊഡക്റ്റ് മെത്തേഡ് എന്ന് പറയുന്നത്. ദേശീയ വരുമാനത്തിൽ വിവിധ മേഖലകളുടെ പങ്കാളിത്തം എത്രത്തോളം ഉണ്ടെന്നും ഏത് മേഖലയാണ് കൂടുതൽ സംഭാവന ചെയ്യുന്നതെന്നും വിലയിരുത്താൻ ഉൽപ്പാദന രീതി സഹായകരമാണ്. അടുത്തതായിട്ട് വരുമാന രീതി അഥവാ ഇൻകം മെത്തേഡ്. ഉൽപ്പാദന ഘടകങ്ങൾക്ക് ലഭിക്കുന്ന പ്രതിഫലത്തെയാണ് വരുമാനം എന്ന് പറയുന്നത്. ഉൽപ്പാദന ഘടകങ്ങളിൽ നിന്നും ലഭിക്കുന്ന പാട്ടം, വേതനം, പലിശ, ലാഭം എന്നിവയുടെ അടിസ്ഥാനത്തിൽ ദേശീയ വരുമാനം കണക്കാക്കുന്ന സമ്പ്രദായമാണ് വരുമാന രീതി. ഓരോ ഉൽപ്പാദന ഘടകങ്ങളുടെയും ദേശീയ വരുമാനത്തിൽ ആയിട്ടുള്ള സംഭാവന വേർതിരിച്ചറിയാൻ ഈ രീതിയിലൂടെ സാധ്യമാണ്. അടുത്തതായിട്ട് ചെലവ് രീതി അഥവാ എക്സ്പെൻഡിച്ചർ മെത്തേഡ്. ഒരു വർഷത്തിൽ വ്യക്തികളും സ്ഥാപനങ്ങളും സർക്കാരും ആകെ ചെലവഴിക്കുന്ന തുക കണ്ടെത്തി അതുവഴി ദേശീയ വരുമാനം കണക്കാക്കുന്നതാണ് ചെലവ് രീതി. സാമ്പത്തിക ശാസ്ത്രത്തിൽ സാധനങ്ങളെയും സേവനങ്ങളെയും വാങ്ങുന്ന ചെലവിനോടൊപ്പം നിക്ഷേപവും ചെലവായാണ് കണക്കാക്കുന്നത്. ഉപഭോഗ ചെലവും അഥവാ കൺസംഷൻ എക്സ്പെൻഡിച്ചറും നിക്ഷേപ ചെലവും ഇൻവെസ്റ്റ്മെൻറ്റ് എക്സ്പെൻഡിച്ചറും സർക്കാർ ചെലവും ഗവൺമെൻറ് എക്സ്പെൻഡിച്ചറും കൂടി ചേരുമ്പോഴാണ് ആകെ ചെലവ് ലഭിക്കുന്നത്. മേൽപ്പറഞ്ഞ ഏത് രീതിയിൽ കണക്കാക്കിയാലും ദേശീയ വരുമാനം ഒന്ന് തന്നെയായിരിക്കും. ഇന്ത്യയുടെ ദേശീയ വരുമാനം കണക്കാക്കുന്നതിനുള്ള പ്രയാസങ്ങൾ. ഡിഫിക്കൽറ്റീസ് ഇൻ കാൽക്കുലേറ്റിംഗ് നാഷണൽ ഇൻകം ഓഫ് ഇന്ത്യ. ഇന്ത്യയിൽ ദേശീയ വരുമാനം കണക്കാക്കുന്നതിനുള്ള സർക്കാർ ഏജൻസിയാണ് സെൻട്രൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓഫീസ് CSO. മുഖ്യമായും സർക്കാരിൻ്റെ ആസൂത്രണ വികസന പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയാണ് CSO കണക്കെടുപ്പ് നടത്തുന്നത്. ജനങ്ങൾ ഏർപ്പെട്ടിരിക്കുന്ന തൊഴിലുകളെയും തൊഴിൽ മേഖലകളെയും സ്ഥിതി മനസ്സിലാക്കാൻ CSOയുടെ ദേശീയ വരുമാനം കണക്കുകൾ സഹായിക്കുന്നു. ദേശീയ വരുമാനം കണക്കാക്കുക എന്ന ശ്രമകരമായ കാര്യത്തിന് ഒട്ടേറെ പ്രായോഗികവും ആശയപരമായിട്ടുള്ള പ്രശ്നങ്ങളുണ്ട്. ഇന്ത്യയിലെ ദേശീയ വരുമാനത്തിൽ വിവിധ മേഖലകളുടെ സംഭാവനയാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്. ഇന്ത്യയിലെ GDPയുടെ വിവിധ മേഖലകളുടെ വിഹിതം ശതമാനത്തിലാണ് താഴെ കൊടുത്തിരിക്കുന്നത്. പ്രാഥമിക മേഖലയിൽ 2015-16 20.10 ആണെങ്കിൽ 16-17 20.35, 17-18 19.56. ദ്വിതീയ മേഖല 15-16 27.42%, 16-17 26.88%, 17-18 26.59%. തൃതീയ മേഖലയാണ് ഏറ്റവും കൂടുതൽ. 15-16 കാലഘട്ടത്തിൽ 52.48, 16-17 52.77, 53 2017-18 കാലഘട്ടത്തിൽ 53.85% വരുന്നത്. ഇന്ത്യയുടെ ദേശീയ വരുമാനത്തിലെ വിവിധ മേഖലകളുടെ സംഭാവനകളിൽ കാണുന്ന പുതിയ പ്രവണത സേവന മേഖലയുടെ വളർച്ചയാണ്. ദേശീയ വരുമാനം കണക്കാക്കുന്നതിൻ്റെ ബുദ്ധിമുട്ടുകൾ നോക്കാം. വിശ്വാസയോഗ്യമായ സ്ഥിതി വിവരണ കണക്കിൻ്റെ അഭാവം ദേശീയ വരുമാനം കണക്കാക്കുന്നതിൽ പ്രായോഗിക വൈഷമ്യം ഉണ്ടാക്കുന്നു. ഉൽപ്പാദന പ്രക്രിയയുടെ വിവിധ ഘട്ടങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ ഒന്നിലധികം പ്രാവശ്യം സാധനങ്ങളുടെയും സേവനങ്ങളുടെയും പണമൂല്യം കണക്കാക്കപ്പെടാം. ഡബിൾ കൗണ്ടിങ് നടക്കാം. വീട്ടമ്മമാരുടെ ഗാർഹിക ജോലി ദേശീയ വരുമാനത്തിൽ കണക്കാക്കുന്നില്ല. സ്വന്തം ഉപഭോഗത്തിന് മാത്രം ഉൽപ്പാദിപ്പിക്കുന്നത് ദേശീയ വരുമാനം കണക്കാക്കുമ്പോൾ പരിഗണിക്കാറില്ല. ഉദാഹരണം വീട്ടിലെ പച്ചക്കറി തോട്ടം. ജനങ്ങളുടെ നിരക്ഷരതയും അറിവില്ലായ്മയും സ്ഥിതി വിവര കണക്ക് എടുക്കുന്നതിന് തടസ്സം സൃഷ്ടിക്കുന്നു. സേവനങ്ങളുടെ പണമൂല്യം കണക്കാക്കുന്നതിനുള്ള പ്രായോഗിക ബുദ്ധിമുട്ട് ശരിയായ വരുമാനം കണക്കാക്കുന്നതിനെ ബാധിക്കുന്നു. ഉപഭോക്താക്കൾ അവരുടെ ചെലവ് കൃത്യമായി രേഖപ്പെടുത്തി സൂക്ഷിക്കാറില്ല. ഇത്തരം പ്രശ്നങ്ങൾ പരിഹരിച്ച് കൂടുതൽ കൃത്യതയോടുകൂടി
ദേശീയ വരുമാനം കണ്ടെത്താനുള്ള ശ്രമങ്ങൾ നടന്നുവരുന്നു. പ്രാഥമിക മേഖലയെ പിന്തള്ളി ദ്വിതീയ മേഖലയും തൃതീയ മേഖലയും ദേശീയ വരുമാനത്തിലേക്ക് കൂടുതൽ വിഹിതം നൽകുന്നുണ്ട്. വികസനത്തിൻ്റെ ഭാഗമായിട്ട് കൂടുതൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും ആശുപത്രികളും ആരംഭിച്ചതും ബാങ്കിംഗ്, ഇൻഷുറൻസ്, വാർത്താവിനിമയം തുടങ്ങിയ മേഖലകളിലെ മുന്നേറ്റവും തൃതീയ മേഖലയുടെ വളർച്ചയെ സഹായിച്ചു. സാമ്പത്തിക പുരോഗതി ഉണ്ടായതോടുകൂടി ഗതാഗതം, വിനോദസഞ്ചാരം എന്നിവയ്ക്ക് ജനങ്ങൾ കൂടുതൽ തയ്യാറാകുന്നുണ്ട്. അറിവധിഷ്ഠിത വ്യവസായങ്ങൾ വികസിച്ചതും തൃതീയ മേഖലയുടെ വളർച്ചയ്ക്ക് കാരണമായിട്ട് മാറി. അറിവധിഷ്ഠിത മേഖലയുടെ വളർച്ച, ഗ്രോത്ത് ഓഫ് നോളജ് സെക്ടർ. സാമ്പത്തിക വളർച്ച കൈവരിക്കുന്നതിനായിട്ട് അറിവും സാങ്കേതിക വിദ്യയും ഫലപ്രദമായിട്ട് പ്രയോഗിക്കുന്ന മേഖലയാണ് അറിവധിഷ്ഠിത മേഖല. ആധുനിക സാങ്കേതിക വിദ്യയും വിവരവിനിമയ സാധ്യതകളും ഇന്ന് അറിവ് സമ്പ്രദായവും നോളജ് എക്കണോമിയും എന്ന തലത്തിൽ വളർന്നു വികസിച്ചിട്ടുണ്ട്. വിദ്യാഭ്യാസം, നൂതന സാങ്കേതിക വിദ്യകളുടെ പ്രയോഗം, ഇന്നൊവേഷൻ, വിവരവിനിമയ സാങ്കേതിക വിദ്യ, ഇൻഫർമേഷൻ ആൻഡ് കമ്മ്യൂണിക്കേഷൻ ടെക്നോളജി എന്നിവയാണ് അറിവ് സമ്പദ്ക്രമത്തിൻ്റെ അടിസ്ഥാനമായിട്ട് വരുന്നത്. അറിവ് സമ്പദ്ക്രമത്തിൽ ഭൗതിക മൂലധനത്തിൻ്റെ ഇൻ്റലക്ച്വൽ ക്യാപിറ്റലിൻ്റെ ഉൽപ്പാദനവും ഉപഭോഗവുമാണ് നടക്കുന്നത്. ഭൗതിക മൂലധനം കാണാൻ കഴിയാത്ത ആസ്തി, അസറ്റ് ആണ്. ഒരു സംരംഭത്തിലോ സമൂഹത്തിലോ ഉള്ള ആളുകളുടെ കൂട്ടായ അറിവിനെ വിശേഷിപ്പിക്കുന്ന പേര് ഭൗതിക മൂലധനം എന്നാണ്. തൃതീയ മേഖലയുടെ ഭാഗമായിട്ട് അറിവ് അടിസ്ഥാനമാക്കിയുള്ള സേവനങ്ങളുടെ വളർച്ച ഇന്ന് വലിയ തോതിൽ നടക്കുന്നുണ്ട്. ഓഹരി, നികുതി എന്നിവയിൽ വിദഗ്ധ അഭിപ്രായം നൽകുന്നവർക്ക് സോഫ്റ്റ്വെയർ വിദഗ്ധർ എന്നൊക്കെ ഈ മേഖലയിൽ പെടുന്നു. ഉയർന്ന ബിസിനസ് എക്സിക്യൂട്ടീവുകളും ഗവേഷകരും ശാസ്ത്രജ്ഞരും നയരൂപീകരണ വിദഗ്ധരും സാമ്പത്തിക വിദഗ്ധരും ഒക്കെ ഈ മേഖലയ്ക്ക് കരുത്തു പകരുന്നു. അറിവധിഷ്ഠിത മേഖലയുടെ വികസനത്തിന് സർക്കാർ മുൻഗണന നൽകുന്നുണ്ട്. ഉദാഹരണം ടെക്നോ പാർക്ക്, ഇൻഫോ പാർക്ക് ഒക്കെയാണ്. ആഗോള തലത്തിൽ സോഫ്റ്റ്വെയർ സേവനം ലഭ്യമാകുന്ന തരത്തിൽ വിവര വിനിമയ സാങ്കേതിക വിദ്യയിൽ ഇന്ത്യ വികസനം നേടിയിട്ടുണ്ട്. ഈ പശ്ചാത്തലത്തിൽ വിജ്ഞാന വിസ്ഫോടനത്തിൻ്റെ ഫലമായിട്ട് സാമ്പത്തികമായിട്ട് മുന്നേറാനും അതുവഴി അനേകം ജനക്ഷേമം വർദ്ധിപ്പിക്കാനും ഇന്ത്യക്ക് കഴിയും. ഈ രംഗത്ത് മുന്നേറുന്നതിന് ചില അനുകൂല സാഹചര്യങ്ങൾ ഇന്ത്യക്കുണ്ട്. ഇംഗ്ലീഷ് ഭാഷാ പ്രാവീണ്യവും നേടിയ സാങ്കേതിക വിദഗ്ധരുൾപ്പെടുന്ന മാനവ വിഭവം, വിപുലമായ ആഭ്യന്തര കമ്പോളം, ശക്തമായ സ്വകാര്യ മേഖല, മെച്ചപ്പെട്ട ശാസ്ത്ര സാങ്കേതിക വളർച്ചയൊക്കെയാണ് അവ. ഇത്തരം എല്ലാ സാധ്യതകളും ഉപയോഗപ്പെടുത്തുന്നതിനാൽ അറിവ് സമ്പദ്ക്രമം വികസിപ്പിക്കാനും ദേശീയ വരുമാനത്തിൽ വർധനവുണ്ടാക്കാനും ഇന്ത്യക്ക് കഴിയും. സോ ഫ്രണ്ട്സ്, ഇതോടുകൂടി നമ്മുടെ മൂന്നാമത്തെ പാഠമായ ദേശീയ വരുമാനം എന്ന ഒരു ചെറിയ പാഠം ഇവിടെ പൂർത്തിയായിരിക്കുന്നു. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻ്റായിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളും രേഖപ്പെടുത്താനും മറക്കല്ലേ. ഇതുവരെയും നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ കൂടി ഓൺ ചെയ്തിടുന്ന കാര്യം കൂടി പരിഗണിക്കുക. ഏവർക്കും നന്ദി, നമസ്കാരം.